എന്തൊക്കെയാണ് കൂലി? ഒന്ന്, ദുആക്കുത്തരമുണ്ട്. 2, വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. 3, ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകും, ആയുസ്സിൽ ബർക്കത്തുണ്ടാകും. 4, മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കള് നമ്മളോട് പെരുമാറാൻ പോകുന്നത്. സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, റഅയ്തു റജുലൻ യദ്രിബു അബാഹു ഫീ മൗദിൻ. വാപ്പയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഒരു പാറക്കെട്ടിന്റെ അടുത്ത് വാപ്പയെ കൊണ്ടുവന്ന മകൻ അടിയോടടി. ഞാൻ ചോദിച്ചു, എന്തായത്? നീ നിന്റെ വാപ്പയെ തല്ലാണോ? അടികൊള്ളുന്ന വാപ്പ പറഞ്ഞു, ഖല്ലൂ അൻഹു, എന്റെ മകനെ വിട്ടേക്കണേ, മകനെ ഒന്നും ചീത്ത പറയണ്ട. എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. അതിന് പകരം അല്ലാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സാബിത്തുൽ ബുനാനി എന്ന താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ. ബിർറു അബാഉകും തബുറുകും അബ്നാഉകും. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു. ഇത് അല്ലാഹുവിന്റെ അദ്ലിന്റെ, അല്ലാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ്. അല്ലാഹുവിന്റെ നീതിയാണത്. രക്ഷപ്പെടൂല. എനിക്കറിയാം പേഴ്സണൽ പല കഥകളും, പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. എത്രയോ വീടുകൾ അമ്മായിമ്മ പോര് കാണിച്ച സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് അമ്മായിമ്മന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ, ഇന്നത്തെ വല്യുമ്മ, ഇന്നത്തെ അമ്മായിമ്മ കണ്ണുനീര് കുടിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയുമായിരിക്കും. ഇത് അല്ലാഹുവിന്റെ അദ്ലാണ്. ദുന്യാവെന്ന് തീർക്കും, തീരൂല, പരലോകത്തുമുണ്ട്. നാലാമത്തെ ഗുണമതാണ്. അഞ്ചാമത്തേത്, അല്ലാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? അത് അല്ലാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ്. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ? അത് അല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിന്റെ അടയാളമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്തുപകാരമാണ് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും? എന്തൊക്കെ? ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട്. അങ്ങനെയൊക്കെ ഗൾഫുകാർ വിചാരിക്കും ചെലവിന് അയച്ചു കൊടുത്താൽ മതിയെന്ന്. അത് മാത്രമല്ലല്ലോ, അവരോടൊരു നല്ല വാക്ക്, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഇടപെടൽ, അതൊക്കെ അതിന്റെ ഭാഗമാണ്. അതൊക്കെ അതിന്റെ ഭാഗമാണ്. മാതാപിതാക്കളുടെ കൈ പിടിച്ച് മുത്തണം, അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം. നെറ്റിയിൽ ചുംബിക്കുക, കൈകൾ ചുംബിക്കുക. മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിർറിൽപ്പെട്ടതാണത്. കാല് പിടിച്ച് ചുംബിക്കുക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ തീർത്തു പറയാൻ കഴിയും, കൈയും നെറ്റിയും ചുംബിക്കണം. മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മവക്കൽ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതെന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരിന് എന്തു ചെയ്യും? മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവരിന് എന്തു ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നബി തങ്ങൾ മറുപടി തരുന്നു, ഇർജിഅ ഇലൈഹിമാ ഫഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോരുന്ന ഒരു സ്വഹാബി, നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വരുമ്പോൾ അവർ കരയുകയായിരുന്നു. ഞാനൊരു മോനെ അവർക്കുള്ളൂ. ഞാൻ മരിച്ചുപോയാൽ, ഷഹീദായാൽ അവർക്ക് ആരുമില്ല.
അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു നബിയേ. എന്നാലും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു, ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി കൊടുത്ത മറുപടി, ഇർജിഇ ഇലൈഹിമാ, അവരിലേക്ക് നീ തിരിച്ചു പോ, ഫഅദ്ഹികുഹുമാ കമാ അബ്കൈതഹുമാ, അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്കേ. അതാണ് അതിന്റെ പ്രായശ്ചിത്തം. അവരെ ദേഷ്യപ്പെടുത്തിയാൽ പ്രായശ്ചിത്തം എന്താ? അവരെ സന്തോഷിപ്പിക്കുക. അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അത് തന്നെയാണ് അതിന്റെ പ്രായശ്ചിത്തമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ലാ തതഖദ്ദം അലൈഹി ഫിൽ മശി ഇല്ലാ ലിദ്ദറൂറ. ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത്. നീ അവരുടെ ബാക്കിലാ നടക്കേണ്ടത്. നീ വലിയ ആളായിരിക്കാം, പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെക്കാളും വലിയ ആളുകളാണ്. അതന്നെ, അവരാണ് മുമ്പിൽ നടക്കേണ്ടത്, നീ ബാക്കിലാ നടക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട്, വേഗം പോയിട്ട് വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാ, മുമ്പിൽ നടന്നോ. അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുകയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത്. ഇത് ശറഅ് പഠിപ്പിക്കുന്ന നിയമമാണ്. മഹാനായ പണ്ഡിതൻ ഉമർ ഇബ്നു ദർർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായ ദർർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ദുആയുണ്ട്. ഉമർ ഇബ്നു ദർർ എന്നവരെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞ മഹാൻ. അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ലഹ്. ഇത് വലിയൊരു ചരിത്രമാണ്. മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ മകന് കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ്. അതിന്റെ ശകലം മാത്രം ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു ദർർ എന്നവർ മരിച്ചപ്പോ വാപ്പ പറയുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖ്ഖി ഫഗ്ഫിർ ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖ്ഖിക. അല്ലാഹുവേ, എൻ്റെ മകൻ ഉമർ ഇബ്നു ദർർ മരിച്ചു കിടക്കുകയാണ്. പടച്ചവനെ, എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അല്ലാഹുവേ, ഞാനത് എൻ്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, എൻ്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവുമുണ്ടെങ്കിൽ എൻ്റെ മോന് പുറത്തു കൊടുക്കണേ. ഒരു വാപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന. പടച്ചവനെ, എൻ്റെ മോൻ ഉമർ ഇബ്നു ദർർ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ. മാ മശാ മഈ ഖത്തുൻ ബിലൈലിൻ ഇല്ലാ കാന അമാമി. രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മോൻ എൻ്റെ മുമ്പിൽ നടക്കും. വമാ മശാ മഈ ഫീ നഹാരിൻ ഇല്ലാ കാന വറാഇ. പകല് നടക്കുകയാണെങ്കിൽ എൻ്റെ മോൻ എൻ്റെ ബാക്കിലായിരിക്കും. ഞാൻ താഴെ ഇരിക്കുമ്പോ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു. അല്ലാഹുവേ, അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ്. ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവേ, നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കണമേ. എന്നിട്ട് തൽഖീൻ ചെല്ലുന്ന പോലെ ഉമർ ഇബ്നു ദർർ എന്നവരുടെ ഖബറിന്റെ അരികത്തിരുന്ന് വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് മകനെ കുറിച്ച്. അതിൽ പറയുന്ന ഭാഗം ഇതാണ്: മുമ്പിൽ നടക്കൂലായിരുന്നു പകലിൽ, രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക. 2, പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത്. രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നൊക്കെ ലൈറ്റും വെളിച്ചൊക്കെ ഉള്ളതല്ലേ, അവരാണ് മുമ്പിൽ പോവേണ്ടത്. 3, എന്ത് ചെയ്യാൻ പറ്റുന്നു? മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കരുത്. ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ എന്ന് പറയൂലേ, ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ. കുട്ടികളൊക്കെ തുറിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ്. നമുക്ക് അറിയുമെന്നറിയില്ല. പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലൊക്കെ വരുന്ന ആദ്യമായിട്ട് നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. ഓലൊക്കെ നോക്കിയിട്ട് അടിമുടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും. ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് നിസ്കരിക്കാൻ വരില്ല. നമ്മൾ ഒരാളെ തുറിച്ച് നോക്കാൻ പാടില്ല. ഇങ്ങനെ നോക്കുക, ഒരാളുടെ മുഖത്തേക്ക് തന്നെ അങ്ങ് തുറിച്ചിങ്ങനെ എന്തോ ഒരു കുറ്റം, ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കരുത്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറിച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു.
മഹാന്മാർ പറയാ ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണത്. ഉമ്മയെ നോക്കി പേടിപ്പിക്കുക, ബാപ്പയെ നോക്കി പേടിപ്പിക്കുക. പൈസ വേണം, തരാൻ പറ്റൂല. എനിക്ക് മൊബൈൽ വേണം, ഇപ്പൊ വാങ്ങണ്ട എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ. ബാപ്പയെ നോക്കി പേടിപ്പിക്കുക, ഒരു ജാതി ഒരു പിശാച്ചിന്റെ ഒരു നോട്ടം നോക്കുന്ന, തുറിച്ചു നോക്കുക ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തെ. അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത്. തുറിച്ചു നോക്കരുത് ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക്. വല്ല ചുമരുമൊക്കെ തുറിച്ചു നോക്കുക എന്നല്ലാണ്ട് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല എന്ന് ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ. ഉസ്താദുമാരൊക്കെ ദ്വാരക്കുമ്പോൾ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാം. നിങ്ങൾ ദ്വാരക്കുന്ന കൂട്ടത്തിൽ പറയില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, അങ്ങനെ ദ്വാരന്നിട്ട് ഇടക്കണ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ഹുമാ എന്ന് പറഞ്ഞാൽ ദമീറിന് മർജിഅ വേണം. അത് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വാലിദൈനെ കുറിച്ച് പറയാം. അതുകൊണ്ട് ആദ്യ ഒരു വാലിദൈൻ എന്ന് പറഞ്ഞിട്ടേ റബ്ബിർഹംഹും അല്ലെ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ എന്ന് പറയാവൂ. ദ്വാരക്ക ചിലയിടത്തൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അങ്ങനെ ദ്വാരക്ക റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ. മർജിഅ ഉണ്ടാവില്ല. ഈ ദമീർ എങ്ങട്ടാ മടങ്ങേണ്ടത്? മാതാപിതാക്കളിലേക്കാണ്. ഇതിന്റെ ഒരു മർജിഅ പറയണം. മാതാപിതാക്കൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ അങ്ങനെ പറയാം. ശ്രദ്ധിക്കാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങൾക്കുള്ളതാണ്, സാധാരണക്കാർക്കുള്ളതല്ല. ആ ഒരു മർജിഅ ദമീർ പറയുമ്പോൾ ഇതിന്റെ മർജിഅ പറയണം. മുമ്പ് പറഞ്ഞിരിക്കണം. ആയത്തിൽ അത് വന്നതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ എന്ന് പറഞ്ഞു പോരുന്നത്. അല്ലെങ്കിൽ റബ്ബിർഹം വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് തന്നെ അത് വരയ്ക്കേണ്ടത്. ഇബ്രാഹിം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആയുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ഖുതുബയുള്ള ദിവസമാണല്ലോ. ഈ ഖുതുബയുടെ അവസാന ഭാഗം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലം മുതലുള്ള ആ ഒരു ആയത്തുണ്ടല്ലോ നമ്മൾ ഓതുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. അത് കഴിഞ്ഞിട്ടല്ലേ ഇഖാമത്ത് കൊടുക്കുക. നമ്മൾ ഖത്തീബ് ഉസ്താദുമാരോട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ്, ആ ആയത്തിൽ വഖഫ് ചെയ്യുമ്പോഴേ ചിലരെങ്കിലും വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും അങ്ങനെ പറയും. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അംർ ചെയ്യുന്നത്, മൂന്ന് കാര്യങ്ങളാണ് അവിടെ നഹി ചെയ്യുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ. അദ്ൽ, ഇഹ്സാൻ, ഈതാഇ ദിൽ ഖുർബ. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. ഇത് മൂന്നും ചെയ്യരുത്. അപ്പൊ ബഗീന്റെ അവിടെ വഖഫ് ചെയ്യാണെങ്കിൽ വൽ ബഗി യഅ്ലുക്കും അങ്ങനെയല്ല. വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഇത് ലൈവ് കേൾക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്ക് തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. വൽ ബഗി യഅ്ലുക്കും പോവരുത്. വൽ ബഗി ബാക്കക്ക് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി അടക്കട്ടെ. അങ്ങനെയാണത് വരേണ്ടത്. അല്ലെങ്കിൽ അർത്ഥവ്യത്യാസവും ആയത്തിന്റെ ആ ഒരു ഘടനയിലും അത് അസുഖകരമായ അർത്ഥം വരും. അത് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ചെയ്ത ദുആയുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ. പടച്ചവനെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പുറത്തു തരയണമേ. എൻ്റെ വീട്ടിൽ മുസ്ലിമായി കടന്നു വന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വളരെ വിശാലമായൊരു ദുആയാണത്. മാതാപിതാക്കൾ ദുആ ചെയ്തു കൊടുക്കുക. 4 മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതഖ ചെയ്യുക.